ഞാൻ തരാം എന്റെ നെരോളിയൊക്കെ മാറിയോ? ഉമ്മച്ചാള് തല്ലാൻ പാടുണ്ടോ? പിന്നെത്താ പറയാം. ഉമ്മച്ചാള് തല്ലാൻ പാടുണ്ടോ? എന്താ പ്രശ്നം ഉമ്മച്ചാളെ വെച്ചാല്? എന്റെ മുഖത്തൊക്കെ എത്താൻ മണ്ണ് കളിച്ചിട്ട് കിടക്കണതിന് മുമ്പ് ഒന്നുകൂടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ശേഷം എൻ്റെ ഓരോ പണികളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഷാക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നിസ്കാര കുപ്പായം ഊരി വെക്കുന്നതിന് മുമ്പ് നൈനുവിനെ കുറച്ച് നേരം പഠിപ്പിക്കാമായിരുന്നു. പിന്നെ അതിന് ശേഷം തുണിയാൾ കുറേ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആദ്യം സർഫിലിട്ടൊക്കെ വിചാരിച്ച്. അപ്പോൾ ആദ്യം സർഫിലൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുക്കിങ് ചെയ്യാണ്ടായിരുന്നു. ചോറും കറിയൊക്കെ ഉണ്ട്, പക്ഷേ ഇറച്ചി മീനൊന്നുമില്ല. അപ്പോൾ കുറച്ച് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി മീൻ മുറിച്ചാനൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് തുണിയാളൊക്കെ ഒന്ന് സർഫിലിട്ടൊക്കെ വിചാരിച്ചു. അതൊക്കെ സർഫിലിട്ട് വെച്ചതിന് ശേഷമാണ് പിന്നെ മീൻ മുറിക്കാൻ നിന്നത്. മീൻ മുറിക്കാൻ നിൽക്കുമ്പോഴാണ് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ പാത്രങ്ങൾ ഓരോന്നോരോന്ന് അങ്ങനെ കഴുകി വെച്ചു. അതിന് ശേഷം പിന്നെ മീനൊക്കെ മുറിക്കാൻ നിന്നു. മീൻ അയിലും മത്തീനും ഉണ്ടായിരുന്നത്. അയിലും കൊടുന്നപ്പോൾ തന്നെ മുറിച്ചതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തി, അത് ചെറിയ മത്തീനും കുഞ്ഞൻ മത്തി അറിയും. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളൊന്നും മുറിക്കൂല. എന്നിപ്പോൾ അതിന് കുറേ നേരം അതിന് പോകുമ്പോൾ അപ്പോൾ ഉള്ളത് കുറച്ചൊരു ഇന്ന് രാത്രിക്കൊക്കെ വേണ്ട മാത്രം ഒന്ന് മുറിച്ച് കണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നൈനും ഓരോ വർത്തമാനം പറയുന്നുണ്ട്, റിന്നും ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്ക് അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഇട്ടെടുത്താൽ കുറേ വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടാണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഓരോ വേസ്റ്റ് ഇങ്ങനെ ഇട്ടെടുക്കുകയാണ്. മീനൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മസാല ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുള്ളിയും തൊലി കളഞ്ഞിട്ട് അതും പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് സുർക്കയും ഉപ്പും സുർക്കയും കൂടി പറഞ്ഞിട്ടൊരു മസാല ഉണ്ടാക്കി. ആ മസാല തേച്ച് മീനിക്ക് തേച്ച് ഞാൻ പിന്നെ ഡ്രസ്സ് അലക്കാൻ പോയി. അതിൻ്റെ മുമ്പ് പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. മിക്സിൻ്റെ ജാറും പിന്നെ അങ്ങനെ കുറച്ച് ഉള്ളിന്തൊക്കെ ഇട്ട് വെച്ച പാത്രവും അങ്ങനെ കയ്യിലും കുറച്ച് പാത്രങ്ങളും കൂടി കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴുകി വെച്ചിട്ട് പോകാൻ വിചാരിച്ച്. അപ്പോൾ അത് ആദ്യം തീർത്തു. ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ ട്രിപ്പ് ഗ്യാസ്മപ്പോൾ വെച്ചാൽ തിരുമ്പി വരുമ്പോഴത്തേനൊരു ഭാഗം വേകുമല്ലോ. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് എണ്ണ ചൂടായതിനു ശേഷം മത്തി ഓരോന്നും ഇങ്ങനെ വെച്ചെടുത്തു. എന്നിട്ട് അത് പൊരിക്കാൻ വെച്ചിട്ടാണ് പിന്നെ ഞാൻ പോയത് തിരുമ്പാൻ. എന്നാൽ പിന്നെ തിരുമ്പൽ കഴിയുമ്പോഴത്തേന് ഒരു ഭാഗം വെന്താൽ പിന്നെ ഒലുമ്പാൻ വരുമ്പോഴത്തേന് മറിച്ചിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ച് പോയി. കുറേ അത്യാവശ്യം തിരുമ്പാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അതിന് പിറ്റേ ദിവസം തിരുമ്പിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നാളേക്കിന് പിന്നെയും കൂടുതൽ വിചാരിച്ചിട്ട് തന്നെ അധിക ദിവസം രാത്രി തന്നെ തിരുമ്പൽ. എന്നാൽ പിന്നെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ ഒരു ജോലി തീർക്കണ്ടല്ലോ. പിന്നെ രാത്രിയാണ് ഞാൻ തിരുമ്പൽ. അപ്പോൾ തിരുമ്പി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ
മത്തി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പുറം മറിച്ചിട്ട് കൊടുത്തു. തിരുമ്പിയാണ്ട് ഒലിമ്പിയിട്ടില്ല. അപ്പോൾ ഒലിമ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. എനിക്ക് കൂട്ടിനോട് നൈനുണ്ട്. ഓരോ പാട്ടും പാടി ഇങ്ങനെ എന്നെ കൂട്ടിന് വന്നതാണ്. അപ്പോൾ അങ്ങനെ തിരുമ്പൽ കഴിഞ്ഞു, ഒലിമ്പലും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പോയി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മണ്ണ് കളിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് കളിച്ചപ്പോൾ ഞാൻ ചീത്തറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരൊളിച്ചിലും കുറുമ്പാട്ടലൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. മത്തി പിന്നെ നല്ല വന്നിട്ടുണ്ട്. അതിന് മാറ്റി വെക്കണമെങ്കിൽ അയിലും കൂടിയും പൊരിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ അയിലും കൂടി ഇട്ടെടുത്തു. പിന്നെ തോരട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തോരടാൻ പോകാൻ വിചാരിച്ച് അങ്ങനെ അയിലടുപ്പത്ത് വെച്ചു. തോരടൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യോ നോട്ട മുഖം എക്സ്പ്രഷൻ എങ്ങനെ വെച്ചേ അല്ല ഉമ്മച്ചേ ടീച്ചർ പറയാണ് ഇന്ന് മുതൽ സ്കൂൾക്ക് വരുമ്പോൾ എല്ലാ കഴിഞ്ഞോളൂ ഇത് കഴിഞ്ഞോളൂ. മസാല മീൻ എങ്ങനെ ഉണ്ട്? അടിപൊളിയാണോ? പിന്നെ തിരുമ്പലും ബാക്കി ക്ലീനിങ്ങും പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നു. അപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. നൈനൂക്ക് പിന്നെ കറിയൊന്നും വേണ്ട. അപ്പോൾ പിന്നെ മീൻ പൊരിച്ചത് മാത്രം കൂട്ടി ഞാൻ ചോറ് വാരി കൊടുത്തു. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പൂച്ചകളുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്ക് മീനും മീനിൻ്റെ മുള്ളൊക്കെ ഇട്ടെടുത്തിട്ടും കൂടെ ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് തന്നെയാണ് ഫുഡും കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.